ഇപ്പോൾ കോൺഗ്രസ് നേതാവ് VT ബൽറാം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ VT ബൽറാം, കായിക മന്ത്രി എവിടെ പോയാലും മാധ്യമങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് വരുമെന്ന് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഇതാ അങ്ങനെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ശരിക്കും കേരളത്തെ ആകെ പറഞ്ഞു പറ്റിക്കുകയല്ലേ ചെയ്തത്? പറഞ്ഞു പറ്റിക്കുകയാണ് എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അങ്ങേയറ്റം നിരാശാജനകമാണ് കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും യുവാക്കളെയൊക്കെ സംബന്ധിച്ച് ഈ വാർത്ത. കാരണം ആ നിലയിലുള്ള ഒരു വലിയ ഹൈപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. അത് ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണോ, അതിന്റെ പുറകിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യാതെ, ഒരു ഗ്രൗണ്ട് വർക്കും ഹോംവർക്കും നടത്താതെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ചതാണോ എന്നുള്ളൊരു സംശയമാണ് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നത്. കാരണം ഈ ക്യാമ്പയിന് മെസ്സി കേരളത്തിൽ വരും, അർജന്റീന ടീം കേരളത്തിൽ കളിക്കും എന്നുള്ള ഈ ക്യാമ്പയിൻ ഏറ്റവും ശക്തമായി നടന്നിരുന്ന ഒരു സമയം ഏത് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ നവംബർ മാസത്തിലൊക്കെയാണ്. ആ നവംബർ മാസം എന്ന് പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. അപ്പൊ ആ നിലയിൽ വലിയ പ്രചരണം അങ്ങനെ ഉണ്ടായിരുന്നു. മെസ്സി കേരളത്തിൽ കളിക്കാൻ വരുന്ന സമയത്ത് പാലക്കാടിന്റെ MLA ഡോക്ടർ പി സരിൻ ആയിരിക്കും എന്നൊക്കെ നിലയിലുള്ള വലിയ സൈബർ ക്യാമ്പയിന് ആ ഘട്ടത്തിൽ ഇത് ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലാണ് ഈ ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഒക്കെ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ കൈയ്യടി നേടാൻ വേണ്ടി നടത്താറുള്ളത് എന്നുള്ളതിന്റെ മുന്നനുഭവങ്ങളും കേരളത്തിന് മുമ്പിലുണ്ട്. കാരണം തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്താണ് കേരളയിൽ വരും കേട്ടോ എന്ന് മുഖ്യമന്ത്രി ആ തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രഖ്യാപിച്ചത് എന്ന് നമുക്കറിയാം. അതുപോലെ മെസ്സി വരും എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പോലും ഉപയോഗിക്കപ്പെട്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് ശരി, നല്ല കാര്യമാണല്ലോ, അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ലേ, വരികയാണെങ്കിൽ കേരളത്തിലെ കായിക രംഗത്തിന് ഒരു വലിയ ഉണർവായിട്ട് അത് മാറുമല്ലോ, അതുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് ഗസ്റ്റർ, അതിന്റെ ഒരു പോസിറ്റീവ് വൈബ്, അതിന്റെ ഒരു എന്താ പറയാ മൊത്തത്തിലുള്ള ഒരു ആവേശം, അത് തീർച്ചയായിട്ടും കേരളത്തിലെ യുവതയ്ക്ക് വലിയ രീതിയിൽ ആവേശം പകരും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് പോലും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു വലിയ നിരാശയിലേക്ക് കേരളത്തിലെ കായിക രംഗത്തെ തള്ളിവിട്ടതിന് കേരളത്തിലെ കായിക മന്ത്രിയും സർക്കാരും മാപ്പ് പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം വലിയൊരു ഹൈപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. അതോടൊപ്പം രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് ഇതിന്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള സംശയം, ഈ ഇതുപോലെ മെസ്സി വരുന്നു അല്ലെങ്കിൽ പ്രദർശന മാച്ച് കേരളത്തിൽ അർജന്റീന ടീം കളിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഇവന്റ് ആണ് എന്ന് ഒരു ഭാഗത്ത് നമ്മൾ സമ്മതിക്കുമ്പോഴും, വലിയൊരു സംഭവമാണ്, നടന്നാൽ വലിയ കാര്യമാണ് എന്ന് പറയുമ്പോഴും, അതിലേക്കുള്ള അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ എന്നുള്ള നിലയിലേക്ക് അതൊരു പ്രയോറിറ്റിയായി മാറുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. കാരണം ഇതിന്റെ ചെലവാണ്, നിസ്സാര ചെലവല്ലല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. 100-150 കോടി രൂപ എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്പോർട്സിനെ സംബന്ധിച്ച്, സ്പോർട്സ് മേഖലയെ സംബന്ധിച്ച് ഒരു നിസ്സാരമായിട്ടുള്ള തുകയില്ല. അപ്പൊ ഒരു നല്ല ഒരു ഫുട്ബോൾ സ്റ്റേഡിയവും അതിന്റെ ചുറ്റിലും നല്ല സിന്തറ്റിക് ട്രാക്കും അത്യാവശ്യം ഗാലറി സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി ഒരു 10-15 കോടി രൂപ മതി. അങ്ങനെ വരുമ്പോൾ ഒരു 10 സ്റ്റേഡിയം, ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള സാമാന്യം ഭേദപ്പെട്ട സൗകര്യങ്ങളോട് കൂടിയുള്ള 10 സ്റ്റേഡിയം കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി കൊണ്ടുവരേണ്ടുന്ന ഒരു തുകയാണ്, അത്രമാത്രം വരുന്ന ഒരു തുകയാണ് ഈ ഒരൊറ്റ ഈവന്റിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നത്. അപ്പോ അത്രയ്ക്കുള്ള ഒരു വലുപ്പം കേരളത്തിനായിട്ടുണ്ടോ? കേരളത്തിന്റെ പ്രയോറിറ്റി ആയിട്ട് മാറേണ്ടത്, ഫോക്കസ് ആയിട്ട് മാറേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് ആണോ, അതിന്റെ രണ്ടാം ഘട്ടമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു മൊറാൽ ബൂസ്റ്റർ ആയിട്ടുള്ള പരിപാടികളാണോ എന്നുള്ളതാണ് എന്റെ പ്രാഥമികമായിട്ടുള്ള സംശയം. എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു 4-5 വർഷത്തേക്കെങ്കിലും കേരളം ഈ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം, അതിനായിട്ട് കൂടുതൽ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാൻ സാധിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരു തലമുറയെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ നമുക്ക് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി.